അസ്സലാമു അലൈക്കും. അബുദാബി വൈറ്റ് പേപ്പർ മീഡിയയുടെ UAE എക്സ്ചേഞ്ച് മുഖ്യ പ്രായോജകരായ ഇഫ്താർ വിത്ത് കോയ എന്ന പരിപാടിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ മൊയ്തീൻ കോയ. പ്രിയപ്പെട്ടവരെ, മഹാകവി പറഞ്ഞു, സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ, ഈ ഭൂമിയിൽ എല്ലാം നിർണയിക്കുന്നത് സ്നേഹമാണ്. വിശ്വപ്രണയത്തിൻ്റെ വിശ്വപ്രേമത്തിൻ്റെ മഹാദർശനമാണ് ഭാരതീയ സംസ്കൃതി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. മഹാകവികൾ പാടിയത് മാത്രമല്ല, നമ്മുടെ ലോകം സ്നേഹത്താൽ അധിഷ്ഠിതമാണ് എന്ന് എല്ലാ വിശ്വമാനവികരും നമ്മോട് ഉണർത്തുന്നു. അങ്ങനെ വിശ്വപ്രേമത്തിൽ നമ്മെ കൊരുത്ത് ഒരു സ്നേഹമാലയായി തീരുവാൻ സാധിക്കുക എന്നിടത്താണ് മനുഷ്യൻ്റെ ഏറ്റവും ഉദാത്തമായ അവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള മാനവികതയുടെ വിശ്വമാനവികതയുടെ മുഹൂർത്തങ്ങളാണ് റമദാൻ നമുക്ക് സംഭാവന ചെയ്യുന്നത്. നമുക്ക് അതിൽ കണ്ണികളാവാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നിതാ ഞങ്ങൾ ചേർത്ത് വയ്ക്കുകയാണ്. സ്വീകരിച്ചാൽ അസ്സലാമു അലൈക്കും. എല്ലാവരും നല്ല സന്തോഷത്തോടെ ആസ്വദിക്കുന്നുണ്ടല്ലോ പരിപാടികളൊക്കെ, അല്ലേ? മഹാനായ പ്രവാചക തിരുമേനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കഥയിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. പല ഓർമ്മപ്പെടുത്തലുകളാണ്, അല്ലേ? ഒരാളുടെ ജീവിതകഥ നമ്മളെ വീണ്ടും വീണ്ടും ഓർക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ്? വീണ്ടും വീണ്ടും അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അവിസ്മരണീയമായ സംഭവങ്ങളെയും ഓർക്കുക എന്നുള്ളതാണ്. അങ്ങനെ പിതാവ് നഷ്ടപ്പെട്ടു, മാതാവ് നഷ്ടപ്പെട്ടു, എല്ലാവരെയും നഷ്ടപ്പെട്ടു, അല്ലേ? എന്ത് പാവ കുട്ടിയായിരുന്നു, അല്ലേ? കഷ്ടമായിരിക്കും, ആരുമില്ല. അങ്ങനെയുള്ള ഒരാൾ ലോകത്തിൻ്റെ സങ്കടങ്ങൾ മുഴുവൻ തീർക്കാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞു, അന്നത്തെ മക്ക സമൂഹം എന്ന് പറയുന്നത് തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ്. എന്ത് കാര്യത്തിൻ്റെ പേരിലും തർക്കമാണ്, തർക്കവും പ്രശ്നങ്ങളുമാണ്. അങ്ങനെ കഅബ ഷരീഫ്, എന്താണ് കഅബ? എന്താണ്? ലോകത്തിലെ ആദ്യത്തെ ആരാധനാലയം, പുണ്യഗേഹമാണ് കഅബ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പ് പ്രവാചക പരമ്പരയിലെ മറ്റൊരു പ്രമുഖനായ ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് അദ്ദേഹവും പുത്രൻ ഇസ്മായിലും ചേർന്ന് നിർമ്മിച്ച പള്ളിയാണ് കഅബ. ആ കഅബാലയം മുഹമ്മദ് നബിയുടെ കാലത്ത് പുനർനിർമ്മാണം ചെയ്യപ്പെടുന്നു. അദ്ദേഹം യുവാവായിരിക്കുമ്പോൾ അത് പുനർനിർമ്മാണം ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അതിനകത്ത് പ്രമുഖമായ ഒരു കല്ലുണ്ട്, വളരെ പ്രശസ്തമായ ഒരു കല്ലുണ്ട്. എന്താണ് അറബിൽ പറയുക? ഹജറുൽ അസ്വദ്. അത് എവിടെ വെക്കണമെന്നുള്ളതിനെ കുറിച്ച് തർക്കമായി. ഞാൻ പറഞ്ഞല്ലോ, പല വിഭാഗങ്ങളായി തർക്കം കൂടുക എന്നുള്ളതാണ് അന്നത്തെ അവരുടെ ഒരു നിലപാട് തന്നെ. അപ്പോൾ തർക്കം മുറുകിയിരിക്കുകയാണ്. ഒരു മാധ്യസ്ഥൻ കണ്ടെത്താൻ പറ്റാത്ത വിധം, കാരണം ഇത് കൂട്ടത്തിൽ ആരാണ് ഹജറുൽ അസ്വദ് സ്ഥാപിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ചാണ് തർക്കം നടക്കുന്നത്, അല്ലേ? എവിടെ വെക്കണം എന്നുള്ളത് മാത്രമല്ല, ആര് സ്ഥാപിക്കണം എന്നതിനെ കുറിച്ച് മത്സരമാണ്. അങ്ങനെ കൂട്ടത്തിൽ പ്രായാധിക്യമുള്ള ഒരാൾ, സ്ഥാനിയായ ഒരാൾ പറഞ്ഞു, ഈ കവാടത്തിലൂടെ ആര് കടന്നു വരുന്നുവോ അദ്ദേഹം ആയിരിക്കട്ടെ മാധ്യസ്ഥൻ എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ ആരാണ് കടന്നു വരുന്നത്? ചൈതന്യരൂപിയായ ഒരു യുവാവ് കടന്നു വരികയാണ്. അദ്ദേഹം വന്നു, അദ്ദേഹത്തെ തന്നെ മാധ്യസ്ഥനായിട്ട് വെച്ചു. അദ്ദേഹം എങ്ങനെയാണ് ഈ പ്രശ്നത്തിൽ ഇടപെട്ടതെന്നറിയാമോ? അദ്ദേഹത്തിൻ്റെ തൂവാല എടുത്ത് വിരിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഈ കല്ലെടുത്ത് അതിന് നടുവിൽ വെച്ചു. എന്നിട്ട് ഈ 4 ഗോത്രത്തിൻ്റെയും തലവന്മാരോട് പറഞ്ഞു, ഇതിൻ്റെ 4 മൂല പിടിക്കാൻ പറഞ്ഞു. ഇതിൻ്റെ ഈ തൂവാലയുടെ, മനസ്സിലായോ? അങ്ങനെ 4 പ്രമുഖരും 4 മൂലകളിൽ പിടിച്ചു. എന്നിട്ട് ഈ കല്ലിനെ ഉയർത്തി. മനസ്സിലായോ? അപ്പോൾ ഓർക്കണം നിങ്ങൾ, ഈ തൂവാലയിൽ കല്ലിരിക്കുന്നു, ഈ തൂവാല ഉയർത്തിയെടുക്കുന്നു. എന്നിട്ട് നബി തങ്ങൾ ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് കൊണ്ടുപോയി അത് 4 പേരും ചേർന്ന് വെക്കുന്നു. മനസ്സിലായോ? അങ്ങനെ ഇപ്പോൾ കഅബയിൽ നമ്മൾ ഹജറുൽ അസ്വദ് ഇരിക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത് അന്ന് ആ കല്ല് കൊണ്ടുവച്ച സ്ഥാനത്താണ്. നിങ്ങൾ ഓർക്കണം, തർക്കത്തിലേർപ്പെട്ടിരുന്ന ഒരു സമൂഹം, വലിയ ശണ്ഠകൾ നടന്ന ഒരു കാര്യം, നബി തങ്ങളെപ്പോലുള്ള ഒരു മഹാനുഭാവനായ മാധ്യസ്ഥൻ എങ്ങനെയാണ് പരിഹരിച്ചത്? 4 പേരും തൃപ്തരായി. 4 പേർക്കും ഇതിൽ തുല്യ പങ്കുണ്ട്. ഈ തൂവാലയുടെ 4 മൂലകൾ പിടിച്ചിരിക്കുന്നു.
അതുകൊണ്ട് 4 പേർക്കും വേണ്ടത്ര പരിഗണന കിട്ടി അല്ലേ? അവരുടെ പരാതികൾ അവസാനിച്ചു. ഇതാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും നല്ല മാതൃക. നമ്മൾ ഡെമോക്രസി എന്ന് പറയില്ലേ? ഡെമോക്രസിയിൽ എങ്ങനെയാണ്? എല്ലാ ആളുകളും തുല്യരാണ്, എല്ലാ ആളുകൾക്കും ഒരേ അവകാശമാണ്, അവിടെ വലുപ്പ ചെറുപ്പങ്ങളില്ല. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ ഒരു വലിയ മാതൃകയാണ് അദ്ദേഹം കാണിച്ചത്. ഒരു മാധ്യസ്ഥൻ എന്ന നിലയിൽ ഈ തർക്കങ്ങൾ അവസാനിപ്പിച്ച് അതിൻ്റെ ഉചിതമായ സ്ഥാനത്ത് ഈ 4 പേരുടെയും സഹായത്തോടു കൂടി അത് കൊണ്ടുവയ്ക്കുന്നതോടുകൂടി അദ്ദേഹം ലോകത്തോട് പ്രഖ്യാപിച്ച ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയൊരു സന്ദേശമുണ്ട്. അത്രയും മഹത്വം അദ്ദേഹത്തിൻ്റെ ആ ചെറുപ്പത്തിലെ അദ്ദേഹത്തിന് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവിടെ ഇരുന്ന എല്ലാ ആളുകളും ഒന്നിച്ച് അദ്ദേഹം തന്നെയാണ് യഥാർത്ഥ മാധ്യസ്ഥൻ എന്ന് പ്രശംസിച്ചു. ഇങ്ങനെ വളരെ സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ട്. ഇനി നമുക്ക് പറയാൻ ധാരാളമുണ്ട്. ഇന്ന് പക്ഷേ സമയമില്ല. നമുക്ക് നാളെ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. وسلم دائما أبدا على حبيبك خير الخلق كلهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم دعني ووصفي يا له ظهرا ظهور نار القرى ليلا على عالمي فالدر يزداد حسنا وهو منتظم وليس ينقص غير منتظم فما تطول الأخلاق والشيم آيات حق من الرحمن محدثة قديمة صفة موصوف بالقدم لم تقترب بزمان وهي تخبرنا عن المعاد وعن عاد وعن دامت لدينا ففاقت كل معجزة من النبيين إن جاءت ولم تدم محكمة فما تبقينا من شبه لذي شقاق وما تبغينا من حكم ما حرمت قط إلا عدا من حرم بعد الأعادي إلينا ملقي السلام ردت بلاغتها دعوى معارضها رد الغيور يد الجاني عن الحرم لغما البحر في مدد وفوق جوهره في الحسن والقيم فما تعد ولا تحصى عجائبها ولا تسام على الإكثار الله قرت بها عين قارئها فقلت له لقد ظفرت بحبل الله فاعتصمي إن تتلوها خيفة من حر نار لظى أطفأت حر لظى من وردها الشبيب كأنها الحوض تبيض الوجوه به من العصاة وقد جاءوه الله وكالصراط وكالميزان معدلة فالقسط من غيرها في الناس لم يقم لا تعجبا لحسود راى ينكرها
وعين الحديق القيم قد تنكر العين ضوء الشمس من رمد وينكر الفم طعم الماء من سقم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم اللهم صل وسلم وبارك عليه وعلى آله. Trust across generations. UAE Exchange, world's trusted money transferer. ഡോർ ടു ഡോർ കാർഗോ രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള പോപ്പുലർ കാർഗോ LLC അബുദാബി ഇപ്പോൾ മുസഫ ഐക്കാഡിലും എല്ലാവിധ പാഴ്സലുകളും ഇന്ത്യയിൽ എവിടെയും സുരക്ഷിതമായി വളരെ വേഗത്തിൽ നിങ്ങളുടെ വീടുകളിൽ എത്തിക്കുന്നു. കാർഗോ രംഗത്ത് മികച്ച സേവനം ആഗ്രഹിക്കുന്നവർക്ക് പോപ്പുലർ കാർഗോ LLC അബുദാബി ആൻഡ് മുസഫ. Fatima Supermarket and Department Stores Grand Eid Offer. Buy 2, get 1 free on ready-made textiles, sarees and footwear. Rush now. Offer valid till 31st August at all Fatima Supermarket outlets and Al Bateen Mall. Fatima Hypermarket, Supermarket and Shopping Centers across UAE and Oman. പഞ്ചകർമ്മ ചികിത്സാ വിധികളെ സംബന്ധിച്ചുള്ള പുതിയ ഗവേഷണം വിജയകരം. ആയുർവേദ ചികിത്സാ രംഗത്ത് പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് ഒയാസിസ് രംഗത്ത്. ഇതൊരു ഹോസ്പിറ്റൽ മാത്രമല്ല, അത്യാധുനിക സൗകര്യങ്ങളുള്ള ആയുർവേദ റിസർച്ച് സെന്റർ കൂടിയാണ്. മാത്രമല്ല ഇവിടുത്തെ പരിസ്ഥിതിയുടെ പ്രത്യേകത ശരീരത്തിന്റെയും മനസ്സിന്റെയും ശുദ്ധിക്ക് വളരെ നല്ലതാണെന്ന് തെളിയിക്കപ്പെട്ടതിനെ തുടർന്ന് ഒയാസിസിലെ ചികിത്സയ്ക്കായി ധാരാളം പേർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാ ചികിത്സകൾക്കും ചെലവ് കുറവാണ് എന്നുള്ളതാണ് ആളുകളെ ഇവിടേക്ക് ആകർഷിക്കാനുള്ള പ്രധാന കാരണം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. കാർഗോ രംഗത്ത് മികച്ച സേവനം ആഗ്രഹിക്കുന്നവർക്ക് പോപ്പുലർ കാർഗോ LLC അബുദാബി ആൻഡ് മുസഫ.